Hello friends, Assalamu alaikum. Welcome back to my channel, Shah's World. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് വെറും 3 ചേരുവകൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബർഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേമിയാണ് ഞാൻ യൂസ് ചെയ്യണത്. നല്ലോണം നൈസായിട്ടുള്ള സേമിയ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 100 ഗ്രാമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 150 ഗ്രാമോളം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 50 ഗ്രാം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അൺസാൾട്ടഡ് ബട്ടറും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗീയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലോട്ട് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ സേമിയ എടുത്തതിന് അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ നെയ്യും ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മിൽക്ക് മേഡാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പോളം മിൽക്ക് മേഡ് ഇതിലോട്ട് ആഡ് ചെയ്യണുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ മധുരത്തിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് വേണ്ടത്. നമ്മുടെ ചട്ടിയിൽ നിന്നൊക്കെ നല്ലോണം വിട്ട് വരുന്ന രീതിക്ക്, പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് കുറേ നേരം ഒന്നും ഇങ്ങനെ വെക്കാൻ പാടില്ല, കാരണം അത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പോഴത്തേക്കും നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ആക്കുക. ഞാനിപ്പോൾ ഒരു കുഞ്ഞി ബൗളിൽ ആക്കിയിട്ടാണ് ചെയ്യണത്. എന്നിട്ട് അതിലോട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു സേമിയ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ വല്ല മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ മോൾഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കുഞ്ഞു ബൗളിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതാ ഞാൻ ചെയ്ത് ഒരു മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം തന്നെ അത് നമ്മൾ ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാൻ മാറ്റിയപ്പോൾ ഇത് മൊത്തം ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയത്. നിങ്ങളുടെ കയ്യിലുള്ള മോൾഡിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അടി കരി പിടിച്ചു പോയി. അത് മുന്തിരിയാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് ഫോർ വാച്ചിങ്.